ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യത്തെക്കുറിച്ചാണ്. അതായത്, രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെയെല്ലാം കാതൽ എന്താണ്? ഒരൊറ്റ ചോദ്യമാണ്. നമ്മുടെ രോഗികൾക്ക് എങ്ങനെ ഇതിലും മികച്ച പരിചരണം നൽകാൻ സാധിക്കും? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണ്? അത് ഗവേഷണത്തിലാണ്. പിന്നെ ഏതൊരു ഗവേഷണവും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിന്നാണ്: ഡേറ്റ ശേഖരണം. അപ്പോൾ എന്താണ് ഈ ഡേറ്റ ശേഖരണം എന്ന് പറയുന്നത്? ഇത് വെറുതെ കുറെ വിവരങ്ങൾ വാരിക്കൂട്ടുന്ന പരിപാടിയല്ല. മറിച്ച് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നതാണെന്നും സത്യസന്ധമാണെന്നും ഉറപ്പുവരുത്തുന്ന വളരെ ചിട്ടയായ ഒരു പ്രക്രിയയാണ്. കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ശരിയല്ലെങ്കിൽ അത് വെച്ചെടുക്കുന്ന തീരുമാനങ്ങളും തെറ്റിപ്പോവില്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്: ക്രമബദ്ധമായ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എന്നത്. ഈ സ്ലൈഡിൽ പറയുന്ന പോലെ എങ്ങനെ, എവിടെ, എപ്പോൾ ഡാറ്റ ശേഖരിച്ചു എന്നതിലൊക്കെയുള്ള കൃത്യതയാണ് ഒരു സാധാരണ നിരീക്ഷണത്തെ ശാസ്ത്രീയമായ ഗവേഷണത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ചിട്ടയായ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വേണം. ഉദാഹരണത്തിന്, ഒരു പുതിയ മരുന്നിന്റെ ഫലം പഠിക്കുകയാണെങ്കിൽ എന്ത് ഡാറ്റയാണ് വേണ്ടത്? രോഗിയുടെ പ്രതികരണങ്ങൾ. അതെങ്ങനെ ശേഖരിക്കും? ഒരുപക്ഷേ ചോദ്യാവലിയിലൂടെ. ആരാണത് ശേഖരിക്കുന്നത്? പരിശീലനം കിട്ടിയ ഒരു നഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ? ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന പലതരം രീതികൾ എന്തൊക്കെയാണെന്ന് കാണാം. നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ ടൂളാണ് ഒബ്സർവേഷൻ, അതായത് നിരീക്ഷണം. ഇത് വളരെ നേരിട്ടുള്ള ഒരു രീതിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ വാർഡിൽ നഴ്സുമാർ കൈകൾ വൃത്തിയാക്കുന്ന ശീലം എത്രത്തോളം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഒരു ഗവേഷകൻ മാറി നിന്ന് നിരീക്ഷിക്കുന്നത് ഇതിൽപ്പെടും. ഈ നിരീക്ഷണത്തിന് തന്നെ 2 രീതികളുണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഘടനാപരമായത്. അതായത്, നമ്മുടെ കയ്യിലൊരു ചെക്ക്ലിസ്റ്റ് ഉണ്ടാകും. അതുപയോഗിച്ച് കൈകൾ കഴുകുന്നതിലെ ഓരോ സ്റ്റെപ്പും അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇനി മറ്റേ രീതിയാണ് അൺസ്ട്രക്ചേർഡ്. ഇവിടെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളൊന്നുമില്ല. ഒരു രോഗിയും നഴ്സും തമ്മിലുള്ള സ്വാഭാവിക സംഭാഷണം അതേപടി രേഖപ്പെടുത്തുന്നത് പോലെ. ഇതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ അറിവുകൾ കിട്ടിയേക്കാം. ചില സമയങ്ങളിൽ വിവരങ്ങൾ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാമോ? നേരിട്ടങ്ങ് ചോദിക്കുക. അതാണ് നമ്മളെ അടുത്ത 2 ടൂൾസിലേക്ക് എത്തിക്കുന്നത്: അഭിമുഖങ്ങളും ചോദ്യാവലികളും. അഭിമുഖം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരാളോട് നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. രോഗിയുടെ അനുഭവങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. മറുവശത്ത് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത് കുറേയധികം ആളുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു മാർഗമാണ്. പക്ഷെ അതിലൂടെ കിട്ടുന്ന വിവരങ്ങൾക്ക് ചിലപ്പോൾ അത്ര ആഴമുണ്ടാകണമെന്നില്ല. പക്ഷേ ചോദ്യാവലികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ തപാൽ വഴി അയക്കുന്നവയ്ക്ക്. പലപ്പോഴും വെറും 25% ആളുകൾ മാത്രമേ മറുപടി അയക്കാറുള്ളൂ. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം മറുപടി തരാത്തവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നു. ഇത് നമ്മുടെ പഠനത്തിന്റെ റിസൾട്ടിനെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് അഭിമുഖങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വരുന്നത്. കൂടുതൽ സമയമെടുക്കുമെങ്കിലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, കൂടുതൽ ആളുകൾ പങ്കെടുക്കും. പിന്നെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാം. അതുപോലെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അഭിമുഖങ്ങൾ സഹായിക്കും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആളുകളുടെ അഭിപ്രായങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ ശേഖരിക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഗവേഷണത്തിന് വസ്തുനിഷ്ഠമായ ഡേറ്റയും വളരെ പ്രധാനമാണ്, അല്ലേ? അവിടെയാണ് നമ്മുടെ ടൂൾ കിറ്റിലെ അടുത്ത ഉപകരണം വരുന്നത്: ബയോഫിസിയോളജിക്കൽ അളവുകൾ. ഇതിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഇൻ വിവോ, അതായത് ജീവനുള്ള ശരീരത്തിൽ നിന്ന് നേരിട്ടെടുക്കുന്ന അളവുകൾ. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷർ, ഹൃദയമിടിപ്പ് ഒക്കെ. രണ്ടാമത്തേത് ഇൻ വിട്രോ, അതായത് ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത സാമ്പിളുകൾ പരിശോധിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എന്നിവയൊക്കെ ഇതിൽ വരും. നമ്മുടെ ടൂൾ കിറ്റിലെ ടൂൾസ് ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. മറ്റൊന്നാണ് റെക്കോർഡ് അനാലിസിസ്. അതായത് നിലവിലുള്ള രേഖകൾ, ഉദാഹരണത്തിന് രോഗികളുടെ പഴയ മെഡിക്കൽ ഫയലുകളൊക്കെ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ സ്കെയിലുകളുണ്ട്. വേദന, ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ രോഗിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ സഹായിക്കുന്ന ടൂളുകളാണിത്. അപ്പോൾ ഇത്രയും ടൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു.
പക്ഷെ എങ്ങനെയാണ് ഇതെല്ലാം ശരിക്കും രോഗികളുടെ പരിചരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്? ഇവിടെയാണ് ഈ ടൂൾ കിറ്റിന്റെ ഏറ്റവും വലിയ ഗുണം. ഓരോ സാഹചര്യത്തിനും ചേർന്ന ടൂൾ നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പല ടൂളുകൾ ഒരുമിച്ചുപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരു പുതിയ മരുന്ന് എത്രത്തോളം ഫലപ്രദമാണെന്ന് പഠിക്കാൻ നമുക്ക് രോഗിയുടെ ബ്ലഡ് പ്രഷർ, വേദന കുറഞ്ഞോ എന്ന് സ്കെയിൽ ഉപയോഗിച്ച്, ഒപ്പം അവരുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിമുഖത്തിലൂടെയും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ എല്ലാം അവസാന ലക്ഷ്യം ഒന്നു മാത്രമാണ്: പുതിയ അറിവുകൾ നേടുക. ആ അറിവുകൾ ഉപയോഗിച്ച് നഴ്സിംഗ് രംഗത്ത് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. വെറും ഊഹങ്ങളല്ല, മറിച്ച് ഡേറ്റയുടെ പിൻബലമുള്ള പരിഹാരങ്ങൾ. അപ്പോ ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ ടൂൾസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ഏത് ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്? രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആ അടുത്ത വലിയ കണ്ടെത്തൽ ഒരുപക്ഷെ നിങ്ങളെ ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്.